സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതായത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന ഒരു ടൈപ്പായ ഇഫിൻ്റെ അകത്തുള്ള സിമ്പിൾ ഇഫിൻ്റെ അകത്ത് വരുന്ന ആദ്യത്തെ ടൈപ്പാണ് സിമ്പിൾ ഇഫിന് കുറേ ടൈപ്പുകളുണ്ട്. ഇഫ് വരുന്നുണ്ട്, ഇഫ് എൽസ് വരുന്നുണ്ട്, എൽസ് ലാഡർ വരുന്നുണ്ട്. ഇങ്ങനെ ഇഫിൻ്റെ പല ടൈപ്പുകൾ വേരിയൻസ് വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നുള്ള കൺസെപ്റ്റാണ്. നോക്കാം എങ്ങനെയാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. എന്താണ് ജസ്റ്റ് എൻ്റെ പേര് കൊടുക്കുകയാണ്, പ്രോഗ്രാം ടു ഇംപ്ലിമെൻറ്റ് ഇഫ് എൽസ്. ഓക്കെ, എന്ത് ചെയ്യുന്നു, സ്ലാഷ് ഇട്ട് ക്ലോസ് ചെയ്യും. അപ്പം സാധാരണ നമുക്കറിയാം, നമ്മൾ ഇഫിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ പറയും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പെർട്ടിക്കുലർ കാര്യം വർക്ക് ചെയ്യണം, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും പെർട്ടിക്കുലർ കാര്യം വർക്ക് ചെയ്യണം. അതായത് ഒരു ഡിസിഷൻ എന്ത് ചെയ്യണം, ഡിസിഷന് രണ്ട് കാര്യങ്ങൾ, ഓക്കെ, രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയണം. അതായത് ട്രൂ ബ്ലോക്കും വേണം, ഒരു ഫോൾസ് ബ്ലോക്കും വേണം. പെർട്ടിക്കുലർ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആയാൽ എന്ത് സംഭവിക്കണം എന്നും പറയണം, അതുപോലെ അത് ഫോൾസ് ആയാൽ എന്ത് സംഭവിക്കണം എന്ന് പറയണം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഇഫ് എൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഒരു സിൻടാക്സ് എന്ത് ചെയ്യാൻ പറയാം, നമ്മൾ എന്ത് ചെയ്യും, ഇഫ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും, ബ്രാക്കറ്റിൻ്റെ അകത്തെന്ന് പറയും നമ്മുടെ കണ്ടീഷൻ പറയും. ഓക്കെ, കണ്ടീഷൻ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രേസ് ഓപ്പൺ ചെയ്യും. ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കണം എന്ന കാര്യം പറയും. അതിന് ജനറലി ട്രൂ ബ്ലോക്കിന് എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കുറേ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എത്രയോ വരാം അല്ലേ, നമുക്ക് ഒന്നിൽ കൂടുതൽ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബ്രേസ് യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് കുറേ കോഡുകൾ വരുന്നുണ്ടെന്ന് മാത്രമാണ്. ഓക്കെ, അപ്പം ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 വർക്ക് ചെയ്യുമെന്ന് പറയുന്നു. ഓക്കെ, ഇനി കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, ഈ പെർട്ടിക്കുലർ കണ്ടീഷൻ ഇവിടെ പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആണ് എന്ത് സംഭവിക്കുന്ന കാര്യം ഞാൻ എൽസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വീണ്ടും ഒരു ബ്രേസ് ഓപ്പൺ എടുത്തിട്ട് പറയും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് വിളിക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് വിളിക്കാം. എന്നിട്ട് പുറത്ത് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരു ഇഫിൻ്റെ പുറത്ത് ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ സീക്വൻഷ്യൽ ആയിട്ട് മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാനുണ്ടോ, അതിനെ ഈ ഒരു ബാക്കിയുള്ള സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ചുമ്മാ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് എന്ന തലത്തിൽ ജനറലി വിളിക്കുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സിൻടാക്സ് വരുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇഫ് പറയുന്നു, ഇഫിൻ്റെ അകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 വർക്ക് ചെയ്യും, അതായത് ഈ ഒരു ട്രൂ ബ്ലോക്ക് വർക്ക് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള പെർട്ടിക്കുലർ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് വർക്ക് ചെയ്യും. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും എന്ത് ചെയ്യും, നമുക്ക് വർക്ക് ചെയ്യും. റൈറ്റ്, ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഇനി ഇതൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്ന് വർക്കിന് ശേഷം ഫൈനൽ എന്ത് ചെയ്യും, അതിൻ്റെ താഴെയുള്ള ബാക്കി സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ് പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഇംപ്ലിമെൻറ്റ് നോക്കാം. ഒരു സാമ്പിൾ പ്രോഗ്രാം ചെയ്തിട്ട് കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തും. സിൻടാക്സ് ഇവിടെ നിന്ന് കളിയാണ്. സിംപ്ലി ഹാഷ് ഇൻക്ലൂഡ് stdio.h. എനിക്കൊരു പ്രിൻ്റ് എഫിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ stdio.h പറഞ്ഞ ഹെഡർ ഫയൽ അവിടെ ഇൻക്ലൂഡ് ചെയ്തു. എന്നിട്ട് സപ്പോസ് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ മെയിൻ പ്രോഗ്രാമിൽ കിടക്കുകയാണ്, void main. ഓക്കെ, എന്നിട്ട് ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എൻ്റെ ബാക്കി കോഡുകൾ പറയുന്നു. ഓക്കെ, ഞാൻ ഒരു ഇൻറ്റിജർ വാരിയബിൾ ആണ് int a. ഓക്കെ, int a എന്ന് പറയുകയാണ്. ഓക്കെ, int a എന്ന് പറയുന്നു. int a-ക്കകത്ത് ഒരു 4 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു, എന്നിട്ട് സെമി കോളൻ ഇടുന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാണ്. ഇഫ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നു, ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, അതിൻ്റെ അകത്താണ് ഞാൻ കണ്ടീഷൻ പറയുക. റൈറ്റ്,
ഇഫിൻ്റെ അകത്തായിരിക്കും, ഇഫിൻ്റെ അകത്ത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും കണ്ടീഷൻ പറയാം. നമ്മൾ സിമ്പിൾ ഇഫിൻ്റെ കേസിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇഫ് പറയുന്നു, ഇഫിൻ്റെ അകത്തുള്ള വാല്യൂ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 3 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, 3 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് എനെ കമ്പയർ ചെയ്യണം. ഓക്കെ, 3 എന്ന് പറയുന്നതിന് വാല്യൂ 3 എന്ന് പറയുന്നത് എയിൽ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്തോ അതുമായിട്ട് എന്താണ് കമ്പയർ ചെയ്യണം. ഗ്രേറ്റർ ആണോ 3 എന്ന് പറയുന്ന വാല്യൂ എനെക്കാട്ടും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാണ്, ഞാനൊരു ചുമ്മാ പ്രിൻ്റ് കൊടുക്കുകയാണ്. പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എന്തെങ്കിലും മെസ്സേജ് ഞാൻ എന്ത് ചെയ്യണം, FOUR എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണ്, എന്ത് സംഭവിക്കണം എന്ന കാര്യം ഇവിടെ പറയും. ഞാൻ എൻ്റെ എൽസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ പറയും. ഓക്കെ, എൽസ് തുറക്കുന്നു, ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, ബ്രേസിൻ്റെ അകത്ത് ഞാൻ മറ്റൊരു പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു എഫ് വിട്ട് പോയിട്ടുണ്ട്, പ്രിൻ്റ് എഫ്. ഓക്കെ, ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എന്ത് പറയുന്നു, ഞാൻ മെസ്സേജ് പറയും. ഇവിടെ ഒരു സെമി കോളൻ, ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, എനിക്ക് ഒരു മെസ്സേജ് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് 3 എന്ന് മെസ്സേജ് പറയും. ഓക്കെ, എന്നിട്ട് അവിടെ സെമി കോളൻ ഇടുന്നു, എന്നിട്ട് എൽസ് പാർട്ട് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇഫ് എൽസിൻ്റെ പുറത്ത്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് എൻ ആണുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് എൻ എന്ന് ഞാൻ എന്ത് ചെയ്യണം, ഒരു പ്രിൻ്റ് എഫ് ജസ്റ്റ് ഒരു ഡബിൾ കോട്ട്സിനകത്ത് ഒരു ഹായ് എന്ന് പറയുന്ന മെസ്സേജ് പറയാം. ഓക്കെ, എന്നിട്ട് ഫൈനലി ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ മെയിൻ ഫംഗ്ഷൻ്റെ ഓപ്പണിങ് ക്ലോസ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, ഒരു ഹെഡർ ഫയൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം, conio.h. റൈറ്റ്, നമുക്ക് സ്ക്രീൻ അവിടെ റിമെയിൻ ചെയ്യേണ്ട get.ch ഫംഗ്ഷൻ യൂസ് ചെയ്യണം. സോ അത് ഡിഫൈൻ ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ അകത്ത് conio.h ആണ്. സോ ഞാൻ എന്ത് ചെയ്യണം, #include conio.h, അതിൻ്റെ അകത്ത് എന്ത് കിടക്കുന്നുണ്ട്, നമ്മുടെ get.ch ഡെഫിനേഷൻ കിടക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമ്മുടെ ഇനി get.ch യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൻ്റെ കോഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ എന്താ ചെയ്ത് വെച്ചത്, എക്കകത്ത് 4 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ആ എനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തു, 3 ആയിട്ട് കമ്പയർ ചെയ്തു. ഓക്കെ, 3 ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഇവിടെ എന്താ കമ്പാരിസൺ, എക്കകത്തുള്ള വാല്യൂ 4 ആണ്. ഓക്കെ, 4ഉം 3ഉം ആണ് കമ്പയർ ചെയ്യുന്നത്. എന്താ ചെക്ക് ചെയ്യുന്നത്, 3 എന്ന് പറയുന്ന വാല്യൂ 4നേക്കാളും ഗ്രേറ്റർ ആണോ നോക്കുന്നത്. അപ്പോൾ 3 ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് ട്രൂ ബ്ലോക്ക് ആയിരിക്കും അല്ലേ. കണ്ടീഷൻ പ്രകാരം ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ബ്ലോക്ക് ആണ്, ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ദിസ് ഈസ് ദ ഫാൾസ് ബ്ലോക്ക്. റൈറ്റ്, അപ്പം നമുക്ക് സിംപ്ലി പറയാം, 4 എന്ന് പറയുന്ന വാല്യൂ 3 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 3 എന്തല്ല, ഗ്രേറ്റർ അല്ല. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യില്ല, ഈ ഏരിയ എന്ത് ചെയ്യില്ല, ഇവിടെ വർക്ക് ചെയ്യില്ല. പകരം ഏത് വർക്ക് ചെയ്യും, എൽസ് പാർട്ട് വർക്ക് ചെയ്യും. റൈറ്റ്, എന്നിട്ട് അത് വർക്കിന് ശേഷം എന്ത് ചെയ്യും, പുറത്തുള്ള ഈ ഒരു ഹൈ എന്നുള്ള മെസ്സേജ് കൂടെ വർക്ക് ചെയ്യും. നോക്കാം നമ്മൾ ഉദ്ദേശിച്ച തരത്തിലാണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. ഞാൻ പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എററുകളൊന്നും തന്നെ ഇല്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഡീബഗിൽ പോകുന്നു, റൺ ചെയ്യുന്നു. ഓക്കെ, എന്ത് മെസ്സേജ് വന്നിട്ടുണ്ട്, ഇവിടെ 3 ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, 3 ഹായ്. സപ്പോസ് എനിക്കൊരു താഴെ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു സ്ലാഷ് എന്ന് കൊടുത്താൽ മതി. ബാക്കി കാര്യം ഹായ് താഴെ വരണം, ഇവിടെ ഒരു സ്ലാഷ് എന്ന് കൊടുത്താൽ എന്ത് വരും, ഹായ് താഴെ വരും. ഓക്കെ, പ്രൊജക്റ്റിൽ പോകുന്നു, ഞാൻ വീണ്ടും കമ്പൈൽ കൊടുക്കുന്നു, ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 3 മോളിൽ വന്നിട്ട് ഹായ് താഴെ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് ഈ ബ്ലോക്ക് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ഈ കണ്ടീഷൻ എന്താണ്, ഫോൾസ് ആണ്. അതുകൊണ്ട് ഈ ബ്ലോക്ക് സ്കിപ്പ് ചെയ്യുന്നു, എന്നിട്ട് എവിടത്തേക്ക് വരുന്നു, ഇവിടത്തേക്ക് വരുന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഏരിയയിലേക്ക് വരികയാണ്. ഇവിടത്തേക്ക് പോയിട്ട് എൻ്റെ കണ്ടീഷൻ ഞാൻ എന്താണ്, ട്രൂ ആക്കി നോക്കുകയാണ്. ഓക്കെ, നേരെ തിരിച്ചിരുന്നു. അതായത് ഇവിടെ ചെക്ക് ചെയ്യുന്നത് 3 എന്ന് പറയുന്ന വാല്യൂ 4 കമ്പയർ ചെയ്യുന്നുണ്ട്. ഏതാ ഗ്രേറ്ററാണ് നോക്കുന്നത്, 4 വലുതാണോ നോക്കുന്നത്. റൈറ്റ്, ഇവിടെ 4 എക്ക് 4 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം 4 വലുതാണോ നോക്കുന്നത്, 4 3നേക്കാളും വലുതാണ്. അതായത് കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് വർക്ക് ചെയ്യും, ഇത് വർക്ക് ചെയ്യും. എവിടെ സ്കിപ്പ് ചെയ്യും, ഈ ഏരിയ സ്കിപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് വർക്ക് ചെയ്യും, ഇത് സ്കിപ്പ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വർക്ക് ചെയ്യും. അതായത് പ്രിൻ്റ് ഓഫ് ഹായ് വരും. അപ്പോൾ എന്തൊക്കെ ഔട്ട്പുട്ട് വരും, 4 എന്നും ഹായ് എന്നും വരും. ഓക്കെ, നോക്കാം നമ്മൾ ഉദ്ദേശിച്ച തരത്തിലാണ് വരുന്നത് നോക്കാം. പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എററുകളൊന്നും തന്നെ ഇല്ല, ഡീബഗിൽ പോയിട്ട് റൺ കൊടുക്കും. അപ്പോൾ എന്ത് മെസ്സേജ് വന്നിട്ടുണ്ട്, 4ഉം ഹായ് എന്ന് പറയുന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി 4ൻ്റെ ഈ ഹായിനെ താഴെ കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു സ്ലാഷ് എന്നെ കൊടുത്താൽ എന്ത് വരും, ആ 4 താഴേക്ക്, ആ ഒരു ഹായ് താഴേക്ക് വരും. അപ്പോൾ പ്രൊജക്റ്റിൽ പോകുന്നു, കമ്പൈൽ കൊടുക്കുന്നു, എററുകളൊന്നും തന്നെ ഇല്ല, ഡീബഗിൽ പോയിട്ട് റൺ ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ സിംപ്ലി പറയുമ്പോൾ എന്താണ്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് കണ്ടീഷൻ
ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ ഈ ഏരിയ നോക്കുകയില്ല, റൈറ്റ്, ഈ എൽസ് പാർട്ടിനെ പരിഗണിക്കുകയില്ല. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷൻ്റെ പുറത്തുള്ള കാര്യം എന്താണോ അത് വർക്കാവും. ഓക്കെ, അതായത് ഇത് കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്തു നമുക്ക്, എന്നിട്ട് എൽസ് പാർട്ട് മൊത്തം സ്കിപ്പ് ചെയ്തു, റൈറ്റ്, എന്നിട്ട് ഇത് വർക്ക് ചെയ്തു, അതായത് ഫോറും ഹായും മെസ്സേജ് വന്നു. ഇനി നേരെ തിരിച്ചാണെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, ഇഫിൻ്റെ അകത്ത് വരുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ട്രൂ ബ്ലോക്ക് സ്കിപ്പ് ചെയ്യും, എന്നിട്ട് ഏത് ബ്ലോക്ക് വർക്ക് ചെയ്യും, എൽസ് പാർട്ട് വർക്ക് ചെയ്യും. എൽസിൻ്റെ അകത്ത് എന്താണോ നിങ്ങൾ ബ്രേസിൻ്റെ അകത്ത് പറഞ്ഞില്ല ആ കാര്യം മൊത്തം വർക്ക് ചെയ്യും. ഫൈനൽ എന്ത് ചെയ്യും, ഇതിൻ്റെ പുറത്തുള്ള ഇഫിൻ്റെ ബ്ലോക്കിൻ്റെ പുറത്തുള്ള മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതിന് നമ്മൾ ജനറലി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് സീക്വൻഷ്യലായിട്ട് താഴെ ഉണ്ടോ അത് മൊത്തം എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഇഫുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എൽസ് ഇഫിൻ്റെ പ്രത്യേകത എന്താണ്, ഇഫിൻ്റെ കേസിൽ നമ്മൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അതിൻ്റെ അകത്ത് ഒരു ഫാൾസ് ബ്ലോക്ക് എന്ന കാര്യത്തിനെക്കുറിച്ച് നമ്മൾ സിമ്പിൾ ഇഫിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കൊരു 2 സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്നേ വർക്ക് ചെയ്യണം, ഫോൾസ് ആണ് ഇന്നേ കാര്യം വർക്ക് ചെയ്യണം. ആ തരത്തിൽ നിങ്ങൾക്ക് കോഡ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് കൺസെപ്റ്റ് യൂസ് ചെയ്യാം, ഈ ഒരു ഇഫ് എൽസ് എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യാം. ഓക്കെ.